ഇപ്പോൾ ഈ പരാതിക്കാരനായ ഡോക്ടർ റഷീദ് അഹമ്മദ് നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ റഷീദ് അഹമ്മദ്, എന്താണ് അങ്ങയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനം? മലയാള സിലബസിൽ BA പഠിക്കുന്ന, BCom പഠിക്കുന്ന, അതേപോലെ BSc പഠിക്കുന്ന മുഴുവൻ കുട്ടികളും പഠിക്കേണ്ട ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു പേപ്പറാണ് MDC എന്ന് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നാണ് അതിന് FIUG വന്ന സമയത്ത് പറയുന്നത്. അതില് കേരളത്തിന്റെ ജ്ഞാന പാരമ്പര്യങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. കേരള നോളജ് സിസ്റ്റമാണ് അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേരള നോളജ് സിസ്റ്റത്തിന്റെ പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിലബസിൽ ഈ ഡിഗ്രി പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പഠിക്കേണ്ട മലയാള സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും അവർ കേരളത്തിൽ ഉണ്ടാക്കിയ പ്രവർത്തനങ്ങളുമാണ്. കേരളത്തിന്റെ ചരിത്രം രൂപപ്പെട്ടു വന്നത്, കേരള മോഡൽ രൂപപ്പെട്ടു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് സ്ഥാപിക്കാനാണ് സിലബസിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു പ്രവർത്തനമല്ല. മലയാള ഭാഷയെക്കുറിച്ചും മലയാള ഭാഷയുടെ പാരമ്പര്യത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും പഠിക്കേണ്ട ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പഠിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു നിമിഷം ഡോക്ടർ റഷീദ് അഹമ്മദ്, ഒന്ന് തുടരണം. ഇപ്പോൾ ഡോക്ടർ അജിത് MS കൂടി നമ്മളോടൊപ്പം ചേർന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ആണ് ഡോക്ടർ അജിത് MS. ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുകയാണ് ഡോക്ടർ റഷീദ് അഹമ്മദിന്റെ ഭാഗത്ത് നിന്ന്. അത് ഇടതുപക്ഷ ചരിത്ര പഠനമാണ് സിലബസിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അത് നമ്മുടെ MDC കേരള സ്പെസിഫിക് കണ്ടന്റ്, കേരള നോളജ് സിസ്റ്റം എന്ന് പറയുന്ന പേപ്പറാണ്. അത് കേരള ചരിത്രവുമായും സംസ്കാരവുമായും കേരളത്തിലെ വിജ്ഞാന വ്യവസ്ഥയെ പറ്റിയുള്ള പേപ്പറാണ്. ആ പേപ്പറിനകത്ത് ഭാഷാ മാനവിക വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും വാണിജ്യം പഠിക്കുന്ന വിദ്യാർത്ഥികളും സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കേരളത്തിന്റെ ജ്ഞാന വ്യവസ്ഥയെ പരിചയപ്പെടുത്തുന്ന പേപ്പറാണ്. കേരള സംസ്കാരം, നവോത്ഥാനം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും മാറ്റങ്ങൾ പ്രത്യേകമായിട്ട് ഇറക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുമില്ല. അത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ പ്രതികരിക്കാം. ഒരൊറ്റ നിമിഷം അങ്ങ് തുടരുകയാണെങ്കിൽ നമ്മളോടൊപ്പം ഡോക്ടർ റഷീദ് അഹമ്മദ് ഉണ്ട്. അദ്ദേഹമാണ് അതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചിരിക്കുന്നതും ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്. ഡോക്ടർ റഷീദ് അഹമ്മദ്, അങ്ങനെ ഇടതുപക്ഷ ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സിലബസിൽ ഇല്ല, അത് ചൂണ്ടിക്കാണിക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് തയ്യാറാണ് എന്നുള്ളതാണ് ഡോക്ടർ അജിത് MS പ്രതികരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം. ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ സിലബസും ആ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്നതിന് മുമ്പ് ആ വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആക്കണം എന്നുള്ളതാണ് UGCയുടെയും യൂണിവേഴ്സിറ്റികളുടെയും നിയമം. കാലിക്കറ്റ് സർവകലാശാലയുടെ മലയാള സിലബസ് ഇപ്പൊ 3ാം സെമസ്റ്റർ, 4 വർഷ ഡിഗ്രിയുടെ 3ാം സെമസ്റ്ററിലാണ് ഇപ്പോൾ ഉള്ളത് കുട്ടികൾ. ഇപ്പൊ 3ാം സെമസ്റ്ററിലെ സിലബസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4ാം സെമസ്റ്റർ മുതലുള്ള സിലബസ് ഇനി തയ്യാറാക്കാൻ നിൽക്കുകയാണ്. ഇങ്ങനെ സിലബസുകൾ മറച്ചു വെക്കുന്നത് തന്നെ ഈ വിഷയങ്ങൾ പുറത്തറിയാതിരിക്കാനും വിഷയങ്ങൾ മറച്ചു വെക്കാനും വേണ്ടിയിട്ടാണ്. ഏതൊരാൾക്കും ഈ സിലബസ് വായിച്ചാൽ മനസ്സിലാവും. സിലബസ് പബ്ലിക്കിൽ അവൈലബിൾ ആണ്. സിലബസിന്റെ മോഡൽ പബ്ലിക്കിൽ ഇപ്പൊ സിലബസിന്റെ 3ാം സെമസ്റ്റർ പബ്ലിക്കിൽ അവൈലബിൾ ആണ്. അവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ജന്മിത്വവുമായി ബന്ധപ്പെട്ട്, ഭൂപരിഷ്ഠങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് പറയുന്നതെന്ന്. ഇത് മാത്രമാണോ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഭാഷാ പാരമ്പര്യത്തെക്കുറിച്ചോ ജ്ഞാന വ്യവസ്ഥയെക്കുറിച്ചോ ജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ചോ ഒരു കാര്യവും അതിൽ പറയുന്നില്ല. എന്താണ് അങ്ങയുടെ പ്രതികരണം? കേരളത്തിന്റെ ജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ച് വിശദമായി ആ സിലബസിലുണ്ട്. ശാസ്ത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട, ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട പാരമ്പര്യം, കേരളത്തിലെ കാർഷിക പാരമ്പര്യം, കേരളത്തിലെ വിജ്ഞാന പാരമ്പര്യം, കേരളത്തിലെ നവോത്ഥാന ചരിത്രം, ഇത്തരം മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇതിനകത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന അവസാന ഘട്ടത്തിലെ മൊഡ്യൂളുകൾക്കകത്ത് ഭൂപരിഷ്കരണവും ജന്മിത്വവും ഒക്കെ വരും. ഭൂപരിഷ്കരണവും ജന്മിത്വവും ഒക്കെ പഠിക്കാതെ നമുക്കൊരു വിദ്യാർത്ഥിക്ക് കേരളത്തെ പറ്റി പഠിക്കാൻ പറ്റില്ല. ഭൂപരിഷ്കരണത്തെ പറ്റി തന്നെ 2 വ്യത്യസ്തമായ വാദഗതികൾ ആ സിലബസിൽ വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് വായിച്ചു നോക്കാവുന്നതാണ്. അല്ലാതെ ഒരു വൺ സൈഡഡ് ആയിട്ടല്ല വെച്ചിരിക്കുന്നത്. ഭൂപരിഷ്കരണത്തെ പറ്റിയുള്ള 2 വാദഗതികളാണ് അതിനകത്ത് ഉന്നയിച്ചിട്ടുള്ളത്. രണ്ട് പോർഷൻ തന്നെ ഒരു യൂണിറ്റിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ കേരളത്തിന്റെ ജ്ഞാനവ്യവസ്ഥയെ പറ്റിയിട്ടും സംസ്കാരത്തെ പറ്റിയും ചരിത്രത്തെ പറ്റിയിട്ടും ഒക്കെ മനസ്സിലാകാവുന്ന തരത്തിൽ വളരെ വിശദമായി, വളരെ ആലോചനയോട് കൂടി ഉണ്ടാക്കിയ സിലബസാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ സിലബസുമായി ബന്ധപ്പെട്ട പരാതി ഡോക്ടർ റഷീദ് അഹമ്മദ് വൈസ് ചാൻസലർക്ക് പരാതിയായി നൽകിയിരിക്കുകയാണ്. തുടർ നടപടികൾ എന്താണ് എന്നത് നമുക്ക് നോക്കാം.